ഹലോ ഗൈസ്, ചെമ്മനീർപ്പൂവിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന സച്ചിയെ കാണുമ്പോഴത്തേക്കും രവീന്ദ്രൻ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് രവീന്ദ്രൻ എല്ലാവരെയും മുമ്പ് വെച്ച് പറയുകയാണ്, ഇവന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, അതുകൊണ്ട് അവൻ പറഞ്ഞു പോയതാ, അല്ലാതെ കണക്കൊന്നും പറയുന്ന സ്വഭാവം ഇവനില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുന്ന ചന്ദ്രയ്ക്ക് ഒന്നും മിണ്ടാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുവാണ്. പക്ഷെ ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും ശ്രുതിക്ക് ആകെ അപമാനമാവുകയാണ് കേട്ടോ. ലാസ്റ്റ് ദേഷ്യം വന്നിട്ട് ശ്രുതി പറയാണ്, ഇനി നീ കൂടുതലൊന്നും പറയണ്ട, ഞാൻ തരാനുള്ള കാശ് ഞാൻ തന്നാൽ മതിയല്ലോ, അത്രയല്ലേ ഉള്ളൂ പ്രശ്നം എന്ന് പറഞ്ഞ് ശ്രുതി മുറിയിലോട്ട് കയറി പോവാണ് കേട്ടോ. ദേഷ്യപ്പെട്ട് ശ്രുതിയുടെ ബാഗിൽ നിന്ന് ക്യാഷ് എടുത്തുകൊണ്ട് വരാൻ വേണ്ടി തുടങ്ങുമ്പോഴേക്കും ശ്രുതി വന്നിട്ട് പറയുകയാണ്, അതൊന്നും നീ കാര്യമാക്കണ്ട, അവനിങ്ങനെ ഓരോന്നൊക്കെ വിളിച്ച് പറയാറുണ്ട് എന്ന് പറയുമ്പോഴേക്കും ശ്രുതിനെ വളരെ ദേഷ്യപ്പെട്ട് നോക്കുവാണ് കേട്ടോ ശ്രുതി. എന്നിട്ട് ക്യാഷ് കൊണ്ട് സച്ചിയുടെ നേരെ നീട്ടുവാണ്. അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, അവനതൊന്നും മേടിക്കുകയല്ല മോളെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, മോളെ ഞാൻ പറഞ്ഞല്ലോ, അവൻ ഒരുപാട് ബാധ്യതകളുണ്ട്, അതുകൊണ്ട് അല്ലാതെ അവൻ കണക്ക് പറഞ്ഞതൊന്നും അല്ല എന്ന് പറയുവാണ് കേട്ടോ. അതേ സമയത്ത് നമ്മുടെ സച്ചി പറയുന്നുണ്ട്, ഇവനുണ്ടല്ലോ നിൻ്റെ ഭർത്താവ്, ഇവനാണെങ്കിൽ അടിച്ചുകൊണ്ട് പോയ 50 ലക്ഷം ഉണ്ടായിരുന്നു, ഇവിടെ ഈ കുടുംബത്തിന് സമാധാനം സ്വസ്ഥമായിട്ട് കഴിയായിരുന്നു എന്ന് പറയുമ്പോഴേക്കും ദേഷ്യപ്പെട്ട് ശ്രുതിനെ നോക്കുവാണ് കേട്ടോ. എന്നിട്ടൊന്നും മിണ്ടുന്നില്ല. അപ്പോഴും വീണ്ടും ചന്ദ്ര പറയും, മോളെ ഈ ക്യാഷ് കൊണ്ടുപോയിക്ക്, അവനിതൊന്നും മേടിക്കുകയല്ല, അവൻ വെറുതെ വിളിച്ച് പറയുന്നതെന്ന് പറയുമ്പോഴത്തേക്കും സച്ചി പെട്ടെന്ന് പുച്ഛത്തോട് നോക്കിയിട്ട് പറയാം, ആര് പറഞ്ഞു ഞാൻ മേടിക്കുകയല്ലെന്ന്, ഞാൻ മേടിക്കും എന്ന് പറഞ്ഞ് മേടിക്കുകയാണ് കേട്ടോ. ചന്ദ്രയ്ക്കൊക്കെ അടി കിട്ടിയതാവുകയാണ്. ആ സമയത്ത് നമ്മുടെ ശ്രുതി പറയുകയാണ്, ഇനി നീ കൂടുതൽ കണക്കൊന്നും പറയേണ്ട കാര്യമില്ല, അടുത്ത മാസം തൊട്ട് ഞങ്ങളും ചിലവ് നോക്കിക്കോളാം എന്ന് പറയുവാണ് കേട്ടോ. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, മോളെ എന്നിങ്ങനെ വിളിക്കുമ്പോഴത്തേക്കും ശ്രുതിയും ബൈക്കിൽ നിന്ന് വിളിച്ച് പറയാണ്, ശ്രുതി ആവശ്യമില്ലാത്തതൊന്നും ഇപ്പോൾ വിളിച്ച് പറയരുതേ, അവന് ദേഷ്യത്തിലിരിക്കുന്നതുകൊണ്ടാണ്, നീ അതിനൊന്നും കാര്യമാക്കണ്ടെന്ന് പറയുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിനെ കളിയാക്കി സച്ചി പറയാം, ദേ നോക്കുക, നിൻ്റെ ഭർത്താവിന് ഇപ്പോഴും ഉറപ്പില്ല എന്നിങ്ങനെ പറയുവാണ് കേട്ടോ. ആകെ നാണം കെട്ട് നിൽക്കുന്ന ശ്രുതി ദേഷ്യപ്പെട്ട് പറയാണ്, അതൊന്നും അല്ല ആൻറ്റി, ഇവൻ പറയുന്നതിലും കാര്യമുണ്ടല്ലോ, അടുത്ത മാസം തൊട്ട് പകുതി ചിലവ് ഞങ്ങൾ എടുത്തോളാം, എന്തായാലും ശ്രുതിക്ക് ഇപ്പോൾ ജോലി ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് കേട്ടോ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അത് തന്നെ ഞാൻ പറഞ്ഞേ, ഇവനിപ്പോൾ ജോലി കിട്ടിയെന്ന് പറയുന്നതല്ലാതെ 1 രൂപ ഈ വീട്ടിലോട്ട് ഇവൻ കൊണ്ടുവരുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ശ്രുതി ദേഷ്യപ്പെട്ട് പറയുക, സച്ചി മതി നിർത്ത്, ഞങ്ങൾ ക്യാഷ് എടുത്തോളാം എന്ന് പറഞ്ഞല്ലോ എന്നിങ്ങനെ പറയണം കേട്ടോ. അപ്പോഴേക്കും നമ്മൾ സച്ചി പറയാം, നിർത്തുന്നില്ല, ഇവൻ ആദ്യം ക്യാഷ് എടുക്കട്ടെ, ഇവൻ ഇതുവരെ ഒന്നും മിണ്ടിയില്ലോ, നീ പറയുന്ന അല്ലാണ്ടെന്ന് പറയുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും ശ്രുതിക്ക് ജോലി പോയതുകൊണ്ടൊന്നും മിണ്ടാനും പറ്റുന്നില്ല. ആകെ ദേഷ്യപ്പെട്ട് ശ്രുതി അവിടെ നിന്ന് കയറി പോവാണ് കേട്ടോ. അവൾ കയറി പോയി കഴിയുമ്പോഴേക്കും സച്ചി എന്നൊരു ശ്രുതിയോട് പറയാം, നിനക്ക് നാണമില്ലടാ, നിൻ്റെ ഭാര്യയ്ക്കുള്ള അത്രയും പോലും ധൈര്യം നിനക്കില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സച്ചി രേവതിയോട് പറയുകയാണ്, വാ നമുക്ക് പുറത്ത് പോയി എന്തെങ്കിലും കഴിക്കാം എന്ന് പറയുവാണ് കേട്ടോ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അതെന്തിനാ സച്ചിയേട്ടാ, ഞാൻ പെട്ടെന്ന് ഫുഡ് ഉണ്ടാക്കി തരാം എന്നൊക്കെ പറയുവാണ് കേട്ടോ. കഴിയുമ്പോൾ സച്ചി അച്ഛനോട് പറയുകയാണ്, അച്ഛൻ ഞങ്ങൾ പുറത്ത് പോയി കഴിക്കുക, അച്ഛൻ എന്തെങ്കിലും വരുമ്പോൾ മേടിച്ചിട്ട് വരാം എന്നൊക്കെ പറയുവാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഞാനതൊക്കെ എടുത്ത് വെച്ചിട്ട് വരാം സച്ചിയേട്ടാ, ഒരു 5 മിനിറ്റ് എന്ന് പറയുവാണ്. അപ്പോൾ സച്ചി പറയുകയാണ്, നീ എടുത്ത് വെച്ചിട്ട് വാ, ഞാൻ വെയിറ്റ് ചെയ്യാം എന്നൊക്കെ പറയുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് മുറി വന്നിട്ട് ശ്രുതിനെ ആശ്വസിപ്പിക്കാൻ നോക്കുവാണ് കേട്ടോ ശ്രുതി. അപ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയുകയാണ്, ഇത്രയൊക്കെ അവൻ വിളിച്ച് പറഞ്ഞിട്ടും ശ്രുതി എന്താ ഒരു വാക്കും മിണ്ടാണ്ടിരുന്നേ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. എന്നിട്ട് പറയാം, എന്നെ ഇങ്ങനെ ആരും ഇൻസൾട്ട് ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇത് കേട്ടുകൊണ്ട് ചന്ദ്ര വരുവാണ്. അപ്പോൾ ചന്ദ്ര പറയാം, മോള് വലിയ ഫാമിലിയിലൊക്കെ ജനിച്ചതല്ലേ, അവന് ഈ 3500 എന്ന് പറഞ്ഞാൽ വലിയ ക്യാഷാണ്, മോള് ക്ഷമിക്ക്, പിന്നെ ശ്രുതിയെ മോള് വഴക്ക് പറയണ്ട, സച്ചിനെ പോലെയല്ല, അവനിങ്ങനെ വെറുതെ വഴക്കൊന്നും ഉണ്ടാക്കാൻ പോകുന്ന സ്വഭാവമില്ല, അവന് ഭയങ്കര എഡ്യൂക്കേഷനൊക്കെ ഉള്ളതുകൊണ്ട് അവനങ്ങനെ തരം താഴാനൊന്നും പറ്റുകയില്ല മോളെ, അതുകൊണ്ടാണെന്നൊക്കെ പറയുവാണ് കേട്ടോ. ഓരോന്ന് ശ്രുതിനെ ന്യായീകരിച്ച് പറഞ്ഞു എന്ന രീതി പറയുവാണ്. അതേം പറയാം, മോള് വിഷമിക്കൊന്നും വേണ്ട എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയാം, എന്നാൽ ഞാൻ വർക്കിന് പോകാമെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര ആദ്യം ഇവന് പണിയില്ലല്ലോ, ഇവന് പിന്നെ എങ്ങടെ പോകുന്നതെന്ന് ഇങ്ങനെ ഉള്ള രീതിയിൽ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ശ്രുതി പറയാം, അല്ല കാർ ഷോറൂമിൽ എനിക്ക് വർക്കുണ്ടല്ലോ, ഞാൻ പോവാന്ന് പറഞ്ഞ് ഇറങ്ങുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് ചന്ദ്ര നമ്മുടെ ശ്രുതിനെ ആശ്വസിപ്പിച്ച്, മോളതൊക്കെ വിട്ടേക്ക്, മോള് വാ റെഡിയാവ് എന്നൊക്കെ പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി എന്തോ ഇങ്ങനെ മനസ്സിലാലോചിച്ച് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് കാണിക്കുന്നത്, എന്തോ പുള്ളിക്കാരി വിചാരിച്ച ലക്ഷ്യം നടന്നു എന്നുള്ള രീതിയിൽ. അത് കഴിയുമ്പോഴേക്കും സച്ചിയോട് രേവതി ചോദിക്കുന്നുണ്ട്, പുറത്ത് പോകുന്ന വഴിക്ക് ഞാൻ ഫുഡ് ഉണ്ടാക്കി തരുമായിരുന്നല്ലോ സച്ചിയേട്ടാ, പിന്നെ എന്തിനാ ഇപ്പോൾ പുറത്ത് പോകുന്നതെന്ന് ചോദിക്കുമ്പം സച്ചി പറയുന്നുണ്ട്, ഇനി അവിടെ നിന്നാലും പ്രശ്നം കൂടുതൽ വഷളാവത്തുള്ളൂ, പിന്നെ നമ്മളായിട്ട് അവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് ഓർത്ത് ഇറങ്ങാമെന്ന് പറഞ്ഞെന്ന് പറയുകയാണ് കേട്ടോ. അത് കഴിയുമ്പോൾ കാണിക്കുന്ന വിമലേനെ ആദിമോനെയാണ്. വിമല പറയുന്നുണ്ട്, മീരാൻറ്റിയുടെ അടുത്താണ് പോകുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യമോൻ പറയുന്നുണ്ട്, കല്യാണി ആൻറ്റി വരും അവിടെ, കല്യാണി ആൻറ്റീനെയും കാണണം എന്ന് പറയുമ്പോഴേക്കും വിമല പറയുന്നുണ്ട്,
കല്യാണി വരുമോ എന്നറിയത്തില്ല, വിളിച്ചു നോക്കാം. നമ്മളങ്ങ് ചെല്ലുകയെന്ന് പറയുമ്പോൾ അവൾക്ക് ദേഷ്യമായിരിക്കും എന്ന് പറയുമ്പോൾ ആദ്യം പറയുന്നുണ്ട്, വിളിച്ചു നോക്കണേ, എനിക്ക് ആൻറ്റിയെ കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ടെന്ന് പറയണം കേട്ടോ, പറയണം അമ്മൂമ്മേ എന്നൊക്കെ പറഞ്ഞ് ഇവർ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം കേട്ടോ. പെട്ടെന്ന് വിമലയ്ക്ക് വീണ്ടും തലകറക്കം വന്ന് വിമല അവിടെ തല ഇറങ്ങി വീഴുവാണ്. ഇത് കണ്ട് ആദിമോൻ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് കരയുവാണ് കേട്ടോ. അപ്പോഴാണ് ആ വഴിക്ക് നമ്മുടെ രേവതിയും സച്ചിയും കൂടെ വരുന്നത്. അപ്പം നമ്മുടെ രേവതിയോട് സച്ചി പറയുന്നുണ്ട്, ഇവർ ഈ ആട്ടവും പാട്ടവും ഒന്നും ഒത്തിരി നാളുണ്ടാവുകയില്ല, നീ കണ്ടോ, അവനെപ്പോൾ തന്നെ അവളും തനി ഫ്രോഡായെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ വീണ് കിടക്കുന്ന വിമലയെ കണ്ട് രേവതി പറയുന്നത്, ആണ്ട് അത് വിമലാൻറ്റി ആണല്ലോ, ആദിമോനെ കൂടെയെന്ന് പറയുമ്പോഴേക്കും ഇവർ രണ്ടും പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി വിമലേനെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവാണ് കേട്ടോ. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നേരത്ത് ആദിമോനോട് നമ്മുടെ സച്ചി പറയുന്നുണ്ട്, മോനെ വിഷമിക്കണ്ട, ഇപ്പം ബോധം വരും, മോൻ സമാധാനപ്പെടുക്കാറിയല്ലേ എന്നൊക്കെ പറയുവാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരെ കാണാൻ വേണ്ടിയിട്ടാണ് പുറത്തോട്ട് വന്നേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് ആദ്യമൊന്നും മിണ്ടാൻ പറ്റുന്നില്ല കേട്ടോ. കല്യാണിയുടെ പേര് പറയാനും പറ്റുന്നില്ല. ഇങ്ങനെ ആകെ കല്യാണി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് ആകെ പേടിച്ച് പറിച്ച് ഒന്നും മിണ്ടാൻ പറ്റാണ്ട് നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുവാണ് കേട്ടോ അത് കഴിയുമ്പോഴത്തേക്കും ആദിമോൻ്റെ ഈ സങ്കടം എല്ലാം കണ്ട് ആകെ വിഷമിച്ച് നിൽക്കുന്ന രേവതിനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.